ഗൈസ് നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ ചെമ്മീനാണ് അത്യാവശ്യം. നമുക്ക് കുറച്ച് ഇതിനകത്ത് റോസ്റ്റ് ചെയ്യാം, കുറച്ച് നമുക്ക് കറി വയ്ക്കാമെന്നാണ് വിചാരിക്കണം കേട്ടോ. കുറച്ച് തന്നെ ദശക്കൂട്ടന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, നോക്കൂ നോക്കൂ, ഒരാളോട് ചെമ്മീത്തി കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ആഹാ ചെമ്മീത്തി കളിക്കണ്. ഇഷ്ടായ? എന്തിട്ടാണത്? എന്തിട്ടാണത്? കാണാണ്ടായ കുത്തോട്ടവൻ ചെമ്മീൻ കുത്തും, ചത്താലും കുത്തും ചെമ്മീൻ എന്നാണ് പറയാ. അറിയോ? ചെമ്മീനെ കുത്തും. കണ്ടോ, നല്ല ബിഗ് വൺ. കണ്ടോ? ഇഷ്ടായ? നോക്കൂ, ചാടിപ്പോയി. പിന്നെ നമുക്ക് നന്നാക്കാം ഗൈസ്. അപ്പോൾ കൊച്ചിൻ്റെ അമ്മയും കൂടെയാണ് നന്നാക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അതിൻ്റെ മോൾക്ക് ചെമ്മീനൊക്കെ നന്നാക്കാൻ അറിയാം കേട്ടോ. എങ്ങനെ നന്നാക്കാം കാണിച്ചു കൊടുത്തേ, വീഡിയോയിൽ കാണിച്ചു കൊടുത്തേ എങ്ങനെ നന്നാക്കാം ഗൈസ്. എൻ്റെ മോൾ ചെമ്മീൻ നന്നാക്കാട്ടെ ഗൈസ്. ഇങ്ങനെയും ചെമ്മീൻ നന്നാക്കാം. എങ്ങനെ കാണിച്ചു കൊടുത്തേ, എങ്ങനെ ചെമ്മീൻ നന്നാക്കാം? ഇങ്ങനെയും ചെമ്മീൻ നന്നാക്കാട്ടെ ഗൈസ്. അമ്മാമ്മ കണ്ടട്ട, അമ്മാമ്മ നമ്മളെ ഊടിക്ക് വിടുന്നു. അമ്മ കാണിച്ചു തരട്ടെ എങ്ങനെയാന്ന്. അമ്മ കാണിച്ചു തരാം. അങ്ങനെ ചെമ്മീത്തിലൊക്കെ ഉള്ള കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പോകണ്ട ഗൈസ്. അപ്പം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്കതിനൊന്ന് മൊരിച്ചെടുക്കണം. പച്ചമണം മാറി വരുന്നതിന് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. 2 സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അത് വാടിക്കിട്ടും കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചെമ്മീൻ ആയത് തന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പ് എത്രത്തോളം വേണമെന്ന് നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ വേവിച്ച് വെക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അധികം സമയം ഇതിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ വേണ്ട വരാറില്ല. ഞാനത് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ. അപ്പം നമുക്കിതിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ മീറ്റ് മസാലയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് എരിവ് കുറച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. എരിവ് കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഞാനൊരു തക്കാളിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. നമ്മൾ കുഞ്ഞിന് കൊടുക്കണമായിരുന്നേ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഗ്രേവി പരുവത്തിലാണ് ആക്കി എടുക്കണത്. അതാകുമ്പോൾ പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രേവി ആയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനാണ് കേട്ടത്. അപ്പോൾ ഇതും നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് ഏകദേശം ഇവിടെ റെഡി ആയി വരാനായിട്ട് സമയമായിട്ടുണ്ട് ഗൈസ്. ഇത് ഫ്രൈ ചെയ്തിട്ടും റോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ കുറച്ചുകൂടെ ടൈം എടുക്കും നമുക്ക്. ഇതിപ്പോൾ നമുക്കധികം സമയം എടുക്കാതെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ചെമ്മീത്തി കളിക്കാൻ വന്നാരാണ് ഇപ്പോഴത്തെ നേരം വയ്യതി. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.